ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. മെമ്മിൻ്റെ ഒരു മാത്സ് സീരീസിലേക്ക് സ്വാഗതം. നമ്മൾ ഒരുപാട് സെഷൻസ് മാത്സും ഇംഗ്ലീഷും മലയാളവുമായി നമ്മൾ കണ്ടുവരികയാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് PSC ഏറ്റവും ലേറ്റസ്റ്റായി പുറത്തിറക്കിയ PSC ബുള്ളറ്റിനിലെ ഏപ്രിലിലെ PSC ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള PSC ബുള്ളറ്റിനിലെ 12ഓളം മാത്സിലെ ചോദ്യങ്ങളാണ്. വരാനിരിക്കുന്ന പരീക്ഷകളിൽ ചോദിക്കാൻ ഏറെ സാധ്യതയുള്ള അത്തരം ചോദ്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് നോക്കാം. അഖിലിന് ഒരു പരീക്ഷയിൽ ജയിക്കണമെങ്കിൽ 50% മാർക്ക് വേണം. അഖിലിന് ഒരു പരീക്ഷയിൽ ജയിക്കണമെങ്കിൽ 50% മാർക്ക് വേണം. 272 മാർക്ക് വാങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അഖിൽ. എന്നിട്ടും അഖിൽ തോറ്റുപോയി. 272 മാർക്ക് വാങ്ങിയ അഖില് പരീക്ഷയിൽ തോക്കാൻ കാരണം ആ 272 മാർക്ക് 50% അല്ലാത്തതുകൊണ്ട്. പരീക്ഷയിൽ 50% മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ജയിക്കൂ. 272 മാർക്ക് വാങ്ങിയ അഖില് തോക്കാൻ കാരണം 272 മാർക്ക് 50% അല്ല. ഒരു 28 മാർക്കും കൂടി കിട്ടിയിരുന്നെങ്കിൽ 50% ആകുമായിരുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം 272ന്റെ കൂടെ 28 കൂടി കിട്ടിയിരുന്നെങ്കിൽ അത് 50% ആകുമായിരുന്നു. 272ഉം 28ഉം 300 അതായത് 300 50%. എൻ്റെ പൊന്നു പിള്ളേരെ ശ്രദ്ധിക്കണം, 300 മാർക്കാണ് 50% എന്നാണ് വ്യക്തമായി ചോദ്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ 300 മാർക്ക് 50% ആണെങ്കിൽ ആകെ മാർക്ക് എത്രയായിരുന്നു എന്നാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ശതമാനം എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നിന്നും നിങ്ങൾക്ക് പ്രധാനമായും പറഞ്ഞു തരേണ്ടത് ഒരു നമ്പർ തന്നു 300, അത് 50% പറഞ്ഞു. അതിൻ്റെ താഴെ എഴുതണം, നമ്പറിനെ എഴുതണം. ആ നമ്പർ എത്ര ശതമാനമാണോ അതിൻ്റെ താഴെ എഴുതണം. ഇൻറ്റു ടോട്ടൽ കണ്ടുപിടിക്കാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ശ്രദ്ധിക്കുക, നമ്പർ എത്രയാണോ 300 50%. അപ്പം നമ്പർ എത്രയാണ് 300, അത് എത്ര ശതമാനമാണ് 50%. നമ്പറിനെ ആദ്യം എഴുതുക, അതിൻ്റെ താഴെ അത് എത്ര ശതമാനമാണോ അതിൻ്റെ താഴെ എഴുതുക. ടോട്ടൽ കണ്ടുപിടിക്കാൻ ഇൻറ്റു 100. അപ്പോൾ ഈ 0 ക്യാൻസൽ ആകുന്നു, ഇതും ക്യാൻസൽ ആകുന്നു 6 പ്രാവശ്യം. 6 × 100 600. എൻ്റെ പൊന്നു പിള്ളേരെ പഠിച്ചോണം, 600 മാർക്കിനാണ് പരീക്ഷ നടന്നത്. 600 മാർക്കിനാണ് പരീക്ഷ നടന്നത്. 300 മാർക്കാണ് 50%. അഖിലിന് 300 മാർക്ക് കിട്ടിയില്ല, 272 മാർക്ക് കിട്ടിയോളൂ. 28 മാർക്ക് കൂടെ ഉണ്ടെങ്കിൽ ജയിക്കാമായിരുന്നു. ഇവിടെ എല്ലാ മീറ്ററുകളും കൃത്യമായി കറക്റ്റായിട്ട് ഫിറ്റായി വരുന്നുണ്ട്. നമ്മുടെ ആൻസർ ശരിയാണ്. സോ ദ ആൻസർ ഈസ് 600. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അഖിലിന്റെ ചോദ്യത്തിൽ നിന്നും രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ഓക്കെ, എന്താണ് ചോദ്യം എന്ന് നമുക്ക് നോക്കാം. രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: ഒരു സമഭുജ ത്രികോണത്തിന്റെ വിസ്തീർണം 900√3 cm² ആയാൽ ചുറ്റളവ് എത്രയാണ്? ഒരു സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ പ്രത്യേകത അതിൻ്റെ എല്ലാ വശങ്ങളും ഈക്വൽ ആയിരിക്കും. ഒരു ട്രയാങ്കിളിന്റെ എല്ലാ വശങ്ങളും ഈക്വൽ ആണെങ്കിൽ അതിനെ നമ്മൾ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയും. ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ വിസ്തീർണം കണ്ടുപിടിക്കേണ്ട ഫോർമുലയാണ് വിസ്തീർണം സമം √3 a²/4. ഇതാണ് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ വിസ്തീർണം കണ്ടുപിടിക്കേണ്ട ഫോർമുല. അപ്പോൾ നമ്മൾ അതുപോലെ എഴുതുന്നു √3 a²/4. ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയെന്നാ തന്നിരിക്കുന്നത്? 900√3 എന്നാണ് തന്നിരിക്കുന്നത്, അല്ലേ? ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇതിൽ ഈ എ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട, വശം കണ്ടുപിടിക്കണം. ഈ വശം കണ്ടുപിടിക്കാൻ ബാക്കിയുള്ളവരെല്ലാം ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് മാറ്റണം. അപ്പോൾ ഇവിടെ /4 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ×4 ആവും. ഇവിടെ 900√3 ഉണ്ട്, ×4 ആവും. ഇവിടെ /3 അപ്പുറത്തേക്ക് പോകുമ്പോൾ ഈ √3 ഇവിടെ വരുമ്പോഴോ /3 ആവും, അല്ലേ? അത് ബാക്കി ഇവിടെ എന്താ ഉള്ളത്? a². മാത്രം അവിടെ നിർത്തിയിട്ട് ബാക്കി എല്ലാവരും നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. √3 ക്യാൻസലായി. ബാക്കിയുള്ളത് a² ആണ്. a² = √900 × 4.
ഇനി നമുക്ക് ഇവിടെ എ സ്ക്വയർ അല്ല, ഇപ്പൊ എ സ്ക്വയർ 900 ഇൻറ്റു 4, എ കണ്ടുപിടിക്കാൻ റൂട്ട് ഓഫ് 900 ഇൻറ്റു 4. റൂട്ട് ഓഫ് 900 എത്രയാണ്? എ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 900 എത്രയാണ്? 30. അതെങ്ങനെയാണ് കിട്ടിയത്? 9ന്റെ റൂട്ട് 3 ആണ്, 2 0ന്റെ റൂട്ട് 1 0 അങ്ങനെയാണ് 30 കിട്ടിയത്. 4ന്റെ റൂട്ട് എത്രയാണ്? 2 ആണ് അല്ലേ? സോ ദ ആൻസർ ഈസ് 60 എന്ന് കിട്ടുന്നു. ക്ലിയർ ആണ്? അപ്പോൾ ഇവിടെ എ ആണ് കിട്ടിയത്. എ എന്ന് പറയുന്നത് 60 ആണ്. ഇനി നമുക്ക് എന്താ വേണ്ടത് നോക്ക്, ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയേ. നമുക്ക് ചുറ്റളവല്ലേ വേണ്ടത്? ചുറ്റളവ് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താ? ചുറ്റളവ് പെരിമീറ്റർ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താ? 3 ഇൻറ്റു വശം. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ലേ? 3 ഇൻറ്റു വശം എത്ര? ഒരു വശം എത്ര? 60 അല്ലേ? അപ്പൊ 180 സെന്റിമീറ്റർ എന്ന് കിട്ടുന്നു. സോ ദ ആൻസർ ഈസ് 180. 180 ഉണ്ടോ? ഉണ്ട്. എ ആണ്. ക്ലിയർ അല്ലേ? ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ മാത്രമേ ഈ ഫോർമുല നമ്മൾ യൂസ് ചെയ്യാവൂ. ഇക്വലാറ്ററൽ ട്രയാങ്കിളിന് മാത്രമാണ് ഈ ഫോർമുല ബാധകം. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ ഈ ഫോർമുല ബാധകമല്ല. ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ വിസ്തീർണം കണ്ടുപിടിക്കേണ്ട ഫോർമുല √3a²/4. അവിടെ നിന്ന് നമ്മൾ ആദ്യം വശം എടുക്കണം, ആ വശത്തെ എടുത്ത് ചുറ്റളവിലേക്ക് അപ്ലൈ ചെയ്യണം. അത്രയേ ഉള്ളൂ പരിപാടി. ക്ലിയർ ആണേ? ക്ലിയർ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ വരികയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കുക, നമുക്ക് അതിന്റെ ആൻസർ പറഞ്ഞു തരാൻ കഴിയും. എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 300ന്റെ 50%. 300ന്റെ 50% എങ്ങനെ എഴുതുക? 300 ഇൻറ്റു 50%, 50/100. 300ന്റെ 50% വൈയുടെ 25%, y ഇൻറ്റു 25/100. ഇത് രണ്ടും തുല്യമാണ്. അപ്പോ 300ന്റെ 50%, 300 ഇൻറ്റു 50/100 ഇസ് ഈക്വൽ ടു y ഇൻറ്റു 25/100. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? 300ന്റെ 50%, വൈയുടെ 25% തുല്യമാണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. y കണ്ടുപിടിക്കാൻ ബാക്കിയുള്ളവരെല്ലാം ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. y മാത്രമേ അവിടെ ഉള്ളൂ. y ഇസ് ഈക്വൽ ടു, ഇത് നമുക്ക് ആദ്യം എഴുതാം, 300 ഇൻറ്റു 50/100. യവനെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ 100/25. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ 100ഉം ക്യാൻസൽ ആകുന്നു. ഇവിടെ 25ൽ ഒരു 25 ഉണ്ട്, 50നകത്ത് 2 25 ഉണ്ട്. സോ വൈയുടെ വാല്യൂ 600 എന്ന് കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ വൈയുടെ വാല്യൂ എത്ര എന്നല്ലേ ചോദ്യം. ഇവിടെ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 600 ആണ്. ക്ലിയർ ആണ്? 300ന്റെ 50%, വൈയുടെ 25% തുല്യമായാൽ വൈയുടെ വില കണ്ടുപിടിക്കാൻ, വൈ കണ്ടുപിടിക്കാൻ 25/100നെ അപ്പുറത്തേക്ക് കൊണ്ടുവരിക. ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആണ്? അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത 4ാമത്തെ ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്, √4 is equal into 4² is equal to 2/2x ആയാൽ എക്സിന്റെ വില എത്ര? നല്ല ശ്രദ്ധിച്ചു പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ് കൃത്യംഗങ്ങൾ, അല്ലെങ്കിൽ ആ പാഠം എക്സ്പോണൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ആ എക്സ്പോണൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ സൂക്ഷ്മമായി പഠിക്കണം. നല്ല ചോദ്യങ്ങൾ എല്ലാ പ്രാവശ്യവും ഒരു ചോദ്യമെങ്കിലും ചോദിക്കാതെ ഒരു പരീക്ഷ കടന്നു പോകാറില്ല. ഇവിടെ √4 ശ്രദ്ധിക്കൂ, √4 നമുക്ക് എങ്ങനെ എഴുതാം എന്ന് ചിന്തിക്കണം. √4നെ നമുക്ക് 2 എന്ന് എഴുതാം, 2/8 എന്ന് എഴുതാം അല്ലേ? അത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. 2/8 എന്ന് നമ്മൾ എഴുതി, ഇൻറ്റു ഇനി ഈ 4², ഇവിടെ ഞാൻ എഴുതുന്നു 4² ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ 4നെ നമുക്ക് 2ന്റെ സ്ക്വയർ എന്ന് എഴുതി കൂടെ? 4നെ നമുക്ക് 2ന്റെ സ്ക്വയർ എന്ന് എഴുതാം. അതിൻ്റെ മണ്ടയിൽ വേറൊരു സ്ക്വയർ ഉണ്ട് കണ്ടോ? അതിൻ്റെ മണ്ടയിൽ പിന്നെ ഒരു 5 ഉണ്ട് കണ്ടോ? അല്ലേ? അപ്പോഴേ എക്സ്പോണൻസിന്റെ ഒരു നിയമം എടുത്ത് ഈ പവർ എല്ലാം കൂടി അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് വെക്കുക. അപ്പോൾ 2/20 എന്ന് കിട്ടുന്നു. അതായത് 2 × 2 4, 4 × 5. അപ്പൊ ഈ സാധനം 4² എന്ന് പറയുന്നത് 2/20 എന്നായി, ഇസ് ഈക്വൽ ടു 2/2x. ഇവിടെ ഇവർ രണ്ടുപേരെയും ഇനി മൾട്ടിപ്ലൈ ചെയ്യേണ്ടതുണ്ട്. രണ്ടിൻ്റെയും ബേസ് ഈക്വൽ അല്ലേ? രണ്ടിൻ്റെയും ബേസ് ഒരുപോലെ ആയതുകൊണ്ട് ഒരു ബേസ് എഴുതണം. പവറിനെ കൂട്ടി എഴുതണം. 28 സമം 2/2x. ഇനി ഇവിടെ നോക്കൂ, രണ്ടിൻ്റെയും ബേസ് ഈക്വൽ ആണ് 2. ഇനി ഈ 28 കണ്ടോ? ഇവിടെ കണ്ടോ? രണ്ടിൻ്റെ ബേസ് ഈക്വൽ ആണ് 2. അതുകൊണ്ട് പവറും ഈക്വൽ ആയിരിക്കും. പവർ എത്രയാണ് ഇവിടെ വന്നിരിക്കുന്നത്? 2x. അപ്പൊ നമുക്ക് 2x = 28 എന്ന് പറയാം.
എന്തുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റുന്നത്? രണ്ടിൻ്റെയും ബേസ് ഈക്വൽ ആയതുകൊണ്ട്. രണ്ടിൻ്റെയും ബേസ് ഈക്വൽ ആയതുകൊണ്ട് പവറും ഈക്വൽ ആയിരിക്കും. കാരണം ഇവിടെ ഈക്വൽ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ഈ എക്സ്പോണന്റും ഈക്വൽ ആണ്. അപ്പൊ ബേസ് ഈക്വൽ ആണെങ്കിൽ പവർ ഈക്വൽ ആയിരിക്കും. അപ്പൊ 2x = 28. എക്സിന്റെ വാല്യൂ കാണാൻ ഈ 2നെ ഇപ്പുറത്ത് കൊണ്ടുവരിക. 28 / 2. സോ ദ ആൻസർ ഈസ് 14 ആണ് ആൻസർ. ക്ലിയർ ആണ്, എളുപ്പമാണ്. രണ്ട് നിയമങ്ങളാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഇവിടെ കണ്ടോ, ഇവിടെ ഒരു നിയമമുണ്ട്, പവറുകളെല്ലാം മൾട്ടിപ്ലൈ ചെയ്യാം എന്ന നിയമമുണ്ട്. രണ്ട്, ഇവിടെ രണ്ടിൻ്റെയും ബേസ് ഒരുപോലെ ആണെങ്കിൽ ഒരു ബേസ് എഴുതി പവർ കൂട്ടി എഴുതണം എന്ന് പറയുന്ന ഒരു നിയമവും കൂടിയുണ്ട്. ഓക്കെ, എക്സ്പോണൻസിൽ ഒരു 10ഓളം നിയമങ്ങൾ വെച്ചിട്ടാണ് എക്സ്പോണൻസിന്റെ ചാപ്റ്റർ നമ്മൾ പഠിക്കേണ്ടത്. ഇതങ്ങനെയാണ്. ക്ലിയർ ആണ്. അപ്പോൾ ഇതിനകത്ത് രണ്ട് ചെറിയ നിയമങ്ങൾ വെച്ചിട്ട് നല്ല ചോദ്യമാണ്. ഇത് നമുക്ക് ഭയങ്കരമായിട്ട് മെമ്മാണ് നിങ്ങളുടെ റാങ്ക് തീരുമാനിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. മെമ്മാണ് നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുമോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് എപ്പോഴും മെമ്മായിരിക്കും. മലയാളം, ഇംഗ്ലീഷ്, മാത്സിലെ പഠനം എത്രയാണോ അത്രത്തോളം നമുക്ക് കാര്യങ്ങൾ എളുപ്പമാകും. അടുത്ത് നമുക്ക് 20% സാധാരണ പലിശ നിരക്കിൽ 20,000 രൂപ ഇരട്ടിയാകുന്നതിന് എത്ര വർഷം വേണം? ഇരട്ടിയാകുന്നതിന്, അതായത് 20% പലിശ നിരക്കിൽ 20,000 രൂപ ഇരട്ടിയാകുന്നതിന് എത്ര വർഷം വേണം? ഇവിടെ വർഷം നമ്പർ ഓഫ് ഇയർ എന്നാ പറയുക അല്ലെ. നമ്പർ ഓഫ് ഇയർ കണ്ടുപിടിക്കാൻ, ഇരട്ടിയാകുന്നതിനുള്ള സമയം കണ്ടുപിടിക്കാൻ 100 / R എന്ന് വെച്ചാൽ ഇരട്ടിയാകാൻ. ഇപ്പം ഇത് ഇരട്ടിയാകാൻ എടുക്കുന്ന സമയം കണ്ടുപിടിക്കേണ്ട ഫോർമുലയാണ് n = 100 / R. എന്നാൽ 3 ഇരട്ടിയാകാനുള്ള സമയം കണ്ടുപിടിക്കാൻ 200 / R. 3 ഇരട്ടി. എങ്ങനെയാണെങ്കിൽ 5 ഇരട്ടിയാകാൻ ആണെങ്കിൽ 400 / R. മനസ്സിലായോ? 4 ഇരട്ടി ആണെങ്കിൽ 300 / R. ഇതാണ് ഫോർമുല. ഇപ്പൊ ഇരട്ടി ആണെങ്കിൽ 100 / R. 100 / R. R എത്രയാണ് ഇവിടെ? 20%. കേട്ടോ, ഇത് ക്യാൻസൽ ചെയ്ത് പോകുന്നു, ഇത് ക്യാൻസൽ ചെയ്ത് പോകുന്നു. 5 വർഷമാണ് ഉത്തരം. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. 20% പലിശ നിരക്കിൽ 20,000 രൂപ ഇരട്ടിയാകുന്നതിന് എത്ര വർഷം എടുക്കുമെന്ന് ചോദിച്ചാൽ 100 / R എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിച്ചാൽ മതി. ഇരട്ടിയാകാൻ എടുക്കുന്ന സമയം കണ്ടുപിടിക്കേണ്ട ഫോർമുല 100 / R. 100 / R. ഓക്കെ, അടുത്ത് നമുക്ക് 6ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ, ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ, ഒരു ത്രികോണം ഇതാണ്. ഈ ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ, ഒന്ന് 7 സെന്റിമീറ്ററും വേറൊന്ന് 5 സെന്റിമീറ്ററുമാണ്. ഓക്കെ, ഇനി ഈ ത്രികോണത്തിന്റെ മൂന്നാമത്തെ വശമാകാവുന്ന ഏറ്റവും വലിയ എണ്ണൽ സംഖ്യ ഏതാണ്? ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ തന്നിട്ടുണ്ട്. ഈ ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ, ഒന്ന് 7 സെന്റിമീറ്ററും ഒന്ന് 5 സെന്റിമീറ്ററുമാണ്. ഈ ത്രികോണത്തിന്റെ മൂന്നാമത്തെ വശമാകാവുന്ന ഏറ്റവും വലിയ എണ്ണൽ സംഖ്യ ഏതാണ്? ഇതാണ് ചോദ്യം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, രണ്ട് വശങ്ങൾ തന്നിട്ടുണ്ട്. മൂന്നാമത്തെ വശം എത്രയാകാനാണ് സാധ്യത എന്നതാണ് ചോദ്യം. നമ്മൾ ചെയ്യേണ്ടത് രണ്ട് വശവും കൂടി കൂട്ടുക. രണ്ട് വശങ്ങൾ കൂട്ടുമ്പോൾ രണ്ട് വശങ്ങൾ കൂട്ടുന്നു. രണ്ട് വശങ്ങളുടെ തുക 12 സെന്റിമീറ്റർ ആണ്. 7ഉം 5ഉം 12. ഒരിക്കലും ഈ മൂന്നാമത്തെ വശം 12നേക്കാൾ കൂടുതൽ വരൂല എന്നുള്ള കോമൺ സെൻസ് നിങ്ങൾക്കുണ്ടല്ലോ. മൂന്നാമത്തെ വശം ഒരിക്കലും 12നേക്കാൾ കൂടുതൽ, ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡുകളുടെ സം എത്രയാണോ അതിനേക്കാൾ കൂടുതൽ ഒരിക്കലും മൂന്നാമത്തെ വശം വരൂലടേ. അങ്ങനെയാണെങ്കിൽ 12, നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കിയേ, 12ന് മുകളിലല്ലേ 14, 13, 12, 12ന് താഴെ വരുള്ളൂ. 12ന് താഴെ 11 ആണ്. സോ ദ ആൻസർ ഈസ് മൂന്നാമത്തെ വശം എത്രയാന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം 11 സെന്റിമീറ്റർ. 11 സെന്റിമീറ്റർ ആണ് ഉത്തരം. ക്ലിയർ അല്ലേ? സിമ്പിൾ ആണ്, ഇതൊരു ലോജിക്കാണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. 14, 21, 16 ഈ മൂന്ന് സംഖ്യ കൊണ്ടും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? നമുക്ക് ഒരു നമ്പറുണ്ട്, എക്സ് എന്ന് പറയുന്ന ഒരു നമ്പറുണ്ട്. ഈ നമ്പറിനെ നമുക്ക് 14 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം, 21 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം, 16 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ നമ്പർ ഏതാണ് എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? LCM, ലസാഗു കണ്ടുപിടിക്കണം. അപ്പോൾ ഈ 14, 21, 16 എന്ന് പറയുന്ന മൂന്ന് നമ്പറുകളുടെ ലസാഗു കണ്ടുപിടിക്കാൻ 14, 21, 16 അല്ലേ
21 16. നമുക്കൊരു 2 കൊണ്ട് ഇത് നമുക്കൊന്ന് ഒന്ന് ഡിവൈഡ് ചെയ്യാം, ഘടക ക്രിയ ചെയ്യാം. 7 കിട്ടുന്നു, 21 കിട്ടുന്നു, 8 കിട്ടുന്നു. കണ്ടോ, ഇങ്ങനെ ചെയ്തു. ഇനി നമുക്ക് ഇതിനെ 7 കൊണ്ട് ഒന്ന് ഘടക ക്രിയ ചെയ്യാം. 1 പ്രാവശ്യം, 3 പ്രാവശ്യം, ഇത് 8 തന്നെ. ഇനി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. LCM കണ്ടുപിടിക്കാൻ, ഈ 3 നമ്പറുകളുടെ LCM കണ്ടുപിടിക്കാൻ 2 × 7 × 3 × 8 ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തെടുക്കണം. ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്തെടുക്കുമ്പോൾ 2 × 7 14 ആണ്. 14 × 3 എത്രയാണെന്ന് നോക്കണം. 14 × 3 ഓക്കെ, 2 ശിഷ്ടം 1 42 കിട്ടുന്നു. 42നെ നമ്മൾ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 8 16, 6 ശിഷ്ടം 1 336 എന്ന് കിട്ടുന്നു. എൻ്റെ പൊന്നു പിള്ളേരെ, ശ്രദ്ധിച്ചേ പറ്റുള്ളൂ, പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുക. 336 ഇവിടെ ഓപ്ഷനിലുണ്ട്. 336നെ നമുക്ക് 21 കൊണ്ടും 14 കൊണ്ടും 16 കൊണ്ടും കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് 336. 336ന് താഴെ വരുന്ന ഒരു നമ്പറിനെ ഇതുപോലെ 14 കൊണ്ടും 21 കൊണ്ടും 16 കൊണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. ക്ലിയർ ആണോ? ഓക്കെ, മനസ്സിലായിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. അടുത്തത്, ഒരു സംഖ്യയുടെ 150% 300 ആയാൽ ആ സംഖ്യയുടെ 400% എത്ര? ഞാൻ നിങ്ങൾക്ക് ശതമാനത്തിൽ എപ്പോഴും പറഞ്ഞു തരാനുള്ളൊരു കാര്യമുണ്ട്. ഒരു നമ്പർ നിങ്ങൾക്ക് തരുന്നു. ഇവിടെ തന്നിരിക്കുന്ന നമ്പർ എത്രയാ? 300. ഒരു നമ്പർ നിങ്ങൾക്ക് തന്നു, 300 തന്നു. അത് ഇത്ര ശതമാനമാണ് എന്ന് ചോദ്യത്തിൽ പറയുന്നു. 300 എന്ന് പറയുന്ന സംഖ്യ ഇത്ര ശതമാനമാണ് എന്ന് ചോദ്യത്തിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. എത്രയാ? 150%. അപ്പൊ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. എന്താ മറക്കേണ്ടാത്തത്? എപ്പോഴും ശതമാനത്തിൽ ഒരു നമ്പർ തരികയും അല്ലെങ്കിൽ ആ നമ്പർ അവിടെ എഴുതണം. അത് എത്ര ശതമാനം എന്ന് പറയുന്നു അതിന്റെ താഴെ എഴുതണം. അപ്പൊ നമ്പർ മുകളിൽ എഴുതണം, ശതമാനം താഴെ എഴുതണം. ഇനി സംഖ്യ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ×100. ആ സംഖ്യയുടെ 10% കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ×10. ആ സംഖ്യയുടെ 20% കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ×20. ആ സംഖ്യയുടെ 100% കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ×100. 150% കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അത് ഇവിടെയാണ് കൊടുക്കേണ്ടത്. അതായത് നമുക്ക് അതിന്റെ 400% വേണം. അപ്പൊ ×400. മനസ്സിലായോ? അതായത് ഫോർമാറ്റ് ഇങ്ങനെയാണ്. നമ്പർ ആദ്യം എഴുതുക, ആ നമ്പർ എത്ര ശതമാനമാണോ അത് അതിന്റെ താഴെ എഴുതുക, എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 10% ആണ് വേണ്ടതെങ്കിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 400% ആണ് വേണ്ടതെങ്കിൽ 400 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഈ 0 0 ക്യാൻസൽ. കണ്ടോ, ഇതും ക്യാൻസൽ ആവുന്നു. ഇനി ഈ 15ഉം ഇതും കൂടെ, 15ൽ 1 15, 30ൽ 2 15, 2 × 400 800 എന്ന് ഉത്തരം കിട്ടുന്നു. സോ നമ്മുടെ ആൻസർ 800 ആണ്. അപ്പോൾ ഒരു സംഖ്യയുടെ 150% 300 ആണെങ്കിൽ ആ സംഖ്യയുടെ 400% എന്ന് പറയുന്നത് 800 ആയിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ ആണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എല്ലാം വ്യക്തതയോടെ മനസ്സിലാവുന്നുണ്ടോ? കമന്റ് ചെയ്യണം. കമന്റ് ചെയ്യാതെ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുന്നു അറിയാൻ കഴിയില്ല. ഒരു ദിവസത്തെ എഫർട്ടാണ് കേട്ടോ ഒരു ക്ലാസ് ഇടുന്നത്. നിർബന്ധമായും നിങ്ങൾക്ക് യൂട്യൂബിൽ കാണുന്ന ഉദ്യോഗാർത്ഥികൾ, പ്രേക്ഷകർ ഇതിന്റെ കമന്റ് ഇടുമ്പോഴാണ് നമുക്കത് വീണ്ടും ഇങ്ങനെ ഒരു ക്ലാസ്സുമായി മുന്നോട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ കിട്ടുന്ന എനർജി. ഓക്കെ, അത്രയേ ഉള്ളൂ. അതിനകത്ത് വേറെ ഒരു കാര്യങ്ങളും ഇല്ല. ഇതിനകത്ത് നമുക്ക് പേയ്മെന്റ്, നിങ്ങൾ യൂട്യൂബിൽ നിന്ന് വരുമാനം അങ്ങനെയൊന്നും ഇല്ല. നിങ്ങൾക്കൊരു സേവനം പോലെയാണ് ഈ ക്ലാസ് നമ്മൾ തരുന്നത്. അതുകൊണ്ട് 100% നിങ്ങൾ കമന്റ് ഇടാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. റൂട്ട് ഓഫ് 1296 ബൈ എക്സ് ഇസിക്കൽ ടു എക്സ് ഡിവൈഡ് ബൈ 2.25. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വില എത്ര? എക്സിന്റെ വില കണ്ടുപിടിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് യവനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ക്രോസ്. അപ്പൊ x × x x² എന്ന് കിട്ടും. ഇസിക്കൽ ടു യവനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2.25 ഇൻറ്റു റൂട്ട് ഓഫ് 1296. നമുക്കിവിടെ 1296നെ ഫാക്ടറൈസ് ചെയ്യണം. 1296ന്റെ കാര്യത്തിലാണ്. ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ 1296 വരുന്നത്. ഇത് ഈ 2.25നെ റൂട്ട് ഓഫ് 1296. അപ്പം 1296ന്റെ റൂട്ട് എടുക്കണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഫാക്ടറൈസ് ചെയ്യണം. അപ്പൊ 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 6 തവണ. 9നകത്ത് എത്ര തവണ ഉണ്ട്? 2 4 തവണ. ഇവിടെ ബാക്കി 4 തവണ എന്ന് പറയുമ്പോൾ 8 അല്ലേ ആവണുള്ളൂ. 16നകത്ത് 8 തവണ. കണ്ടോ? ഇനി 2 കൊണ്ട് 3 തവണ, 3 324. വീണ്ടും 2 കൊണ്ട് 1 6 2.
ഇവിടെ വീണ്ടും 2 കൊണ്ട് 81, വീണ്ടും ഒരു 3 കൊണ്ട് കൊടുക്കുക അല്ലേ, അല്ലെങ്കിൽ 9 കൊണ്ട് വേണമെങ്കിൽ കൊടുക്കാം. 9 കൊണ്ട് 9 തവണ ഇങ്ങനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഈ √1296 എന്നതിന് പകരം എങ്ങനെ എഴുതാം? √2 × 2 കണ്ടോ, 2 അത് കഴിഞ്ഞ് വീണ്ടും 2 × 2 വീണ്ടും 9 × 9. റൂട്ടിന്റെ പുറത്ത് 2 2കൾ ഒരു 2 ആകും. ഈ 2 2കൾ ഒരു 2 ആകും അല്ലെ, ഈ 2 9കൾ ഒരു 9 ആകും. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 36 കിട്ടും. ശ്രദ്ധിക്കണം, √1296 എന്ന് പറയുന്നത് 36 ആണ്. 36 1296ന്റെ റൂട്ട്. അപ്പൊ നമ്മൾ ഇതുകൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം 36 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കണ്ടോ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇനി നമുക്ക് ഈ സ്ക്വയർ മാറ്റണം അല്ലേ. സ്ക്വയർ മാറ്റാൻ സമത്തിന്റെ അപ്പുറത്തുള്ളവരുടെ റൂട്ട് എടുക്കണം. അപ്പോൾ ഇവിടെ x = ഇവിടെ റൂട്ട് എടുക്കുമ്പോൾ √2.25 ഇൻറ്റു √36. നമുക്ക് എല്ലാവർക്കും √36 6 അറിയാം. ഇത് ഈ 2.25 നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. 2.25 എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 225 11ന്റെ സ്ക്വയർ അല്ലേ 225? അല്ലേ ആണോ? അല്ല, 15ന്റെ സ്ക്വയർ ആണ് അല്ലേ. 15ന്റെ സ്ക്വയർ ആണ് 225. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2.25ന്റെ സ്ക്വയർ റൂട്ട് എടുക്കാൻ ഇവിടെ നമ്മൾ 1.5 എടുത്താൽ മതി. 1.5 അതെന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനമുണ്ട്. അതായത് ഈ പോയിന്റ് ഇല്ലാതെ ആദ്യം 2.25ന്റെ റൂട്ട് എടുക്കാൻ നമ്മൾ ആദ്യം 225ന്റെ റൂട്ട് എടുക്കുക. 225ന്റെ റൂട്ട് 15 ആണ്. ഇനി ഇവിടെ പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനം ഉണ്ട് നോക്കാം? 2 സ്ഥാനം. ഒരു സ്ഥാനം മാറ്റി കുത്തിടുക വലത്തുനിന്നിടത്തോട്ട്. അപ്പോൾ 1.5 കിട്ടും. അതായത് √2.25ന്റെ റൂട്ട് എന്ന് പറയുന്നത് 1.5 ആണ്. ഇനി ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1.5 × 6 എത്രയാണെന്ന് നോക്കിയാൽ മതി. 1.5 × 6 എന്ന് പറയുന്നത് 9 ആണ്. 9 ആണ് ഇവിടുത്തെ ആൻസർ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് 9. നല്ല ചോദ്യമാണ്. കാണുമ്പോഴത്തേക്ക് വളരെ സിമ്പിളായൊരു ചോദ്യമായിട്ട് തോന്നും. ആക്ച്വലി നല്ലൊരു ചോദ്യമാണ്. ഓക്കെ, 120 മീറ്റർ നീളമുള്ള ഒരു ട്രെയിനിൽ ഒരു പോസ്റ്റ് കടക്കാൻ 6 സെക്കൻഡ് എടുത്തുവെങ്കിൽ ട്രെയിനിന്റെ വേഗത എത്ര? എൻ്റെ പൊന്നു പിള്ളേരെ, ട്രെയിനിന്റെ ചോദ്യങ്ങൾ എപ്പോഴും പരീക്ഷയിലുണ്ടാകും. വേഗതയാണോ കണ്ടുപിടിക്കേണ്ടത്? വേഗത കണ്ടുപിടിക്കാൻ ദൂരം ഡിവൈഡഡ് ബൈ സമയം, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ദൂരത്തെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ ദൂരം എന്ന് പറയുന്നത് 120 മീറ്റർ ആണ്. ഓക്കെ, 120 മീറ്റർ ആണ്. ഡിവൈഡഡ് ബൈ വേഗത കണ്ടുപിടിക്കാൻ 6 സെക്കൻഡ് ആണ് സമയമെടുത്തത്. 6 സെക്കൻഡ്. ഇവിടെ ഞാൻ മീറ്റർ എന്നും ഇവിടെ സെക്കൻഡ് എന്നും എഴുതുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ യൂണിറ്റും കൂടെ എഴുതി തന്നെ പഠിക്കണം. ഈ 6 കൊണ്ട് ഇതിനെ വെട്ടുന്നു 2 പ്രാവശ്യം. അപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം 20 എന്നാണ്. 20 മീറ്റർ ആണ് മുകളിൽ, താഴെ സെക്കൻഡ് വന്നാൽ പെർ സെക്കൻഡ് എന്ന് എഴുതണം. സോ ദ ആൻസർ ഈസ് 20 മീറ്റർ പെർ സെക്കൻഡ്. ഇനി നമ്മുടെ ഓപ്ഷൻ നോക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്. ഇത് ഓപ്ഷനിലില്ല. എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? മീറ്റർ പെർ സെക്കൻഡ് എന്ന യൂണിറ്റിലാണ് ഇത് കിടക്കുന്നത്. നമുക്കിതിനെ മാറ്റാൻ 20നെ മീറ്റർ പെർ സെക്കൻഡിൽ നിന്നും കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാൻ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് 18/5 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇതും കൂടെ ക്യാൻസലായി പോകും 4 പ്രാവശ്യം. 4 × 18 എത്രയാണെന്ന് നോക്കുക. 4 × 18 എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം 2 എന്ന് പറഞ്ഞാൽ 36. 36ന്റെ ഇരട്ടി എടുക്കുമ്പോൾ 72 കിലോമീറ്റർ പെർ അവർ. 72 കിലോമീറ്റർ പെർ അവർ. അതായത് 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നതും 72 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നതും ഈക്വൽ ആണ്. സോ ഇവിടെ ആൻസർ 72 കിലോമീറ്റർ പെർ അവർ ആണ്. 11ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. രാജീവിന് 3 പരീക്ഷയിൽ ലഭിച്ച മാർക്ക് 50 ആണ്. 4ാമത്തെ പരീക്ഷ കഴിഞ്ഞപ്പോൾ ശരാശരി മാർക്ക് 60 ആയാൽ 4ാമത്തെ പരീക്ഷയിൽ രാജീവിന് ലഭിച്ച മാർക്ക് എത്ര? ഇവിടെ 3 പരീക്ഷയിലെ ടോട്ടൽ മാർക്ക് എടുക്കണം. ടോട്ടൽ മാർക്ക്. അപ്പം 3 പരീക്ഷയിൽ രാജീവിന് 50 മാർക്ക് ആവറേജ് ഉണ്ട്. 3 × 50 എത്രയാ? 150. അപ്പോൾ 3 പരീക്ഷകളിൽ നിന്നുള്ള രാജീവിൻ്റെ ടോട്ടൽ മാർക്ക് 150 ആണ്. 4ാമത്തെ പരീക്ഷ കഴിഞ്ഞപ്പോൾ ശരാശരി 60 ആയി. അപ്പം 4 പരീക്ഷകളിൽ ടോട്ടൽ എത്ര എന്ന് ചോദിച്ചാൽ ഉത്തരം 4 × 60 ആണ്. 4 × 60 എത്രയാ? 4 × 60 240 ആണ്. എൻ്റെ പൊന്നു പിള്ളേരെ,
3 പരീക്ഷകളിൽ നിന്നും രാജീവ് 150 മാർക്ക് സ്കോർ ചെയ്തു. 4 പരീക്ഷകളിൽ നിന്നും 240 മാർക്കും സ്കോർ ചെയ്തു. അപ്പോൾ 4ാമത്തെ പരീക്ഷയിലെ മാർക്ക് എത്ര എന്ന് കണ്ടുപിടിക്കാൻ ഇവിടെ 3 പരീക്ഷയിൽ നിന്ന് 150ഉം 4ാമത്തെ പരീക്ഷ കഴിഞ്ഞപ്പോൾ 240 മാർക്ക് വാങ്ങിയെങ്കിൽ രാജീവിന്റെ 4ാം പരീക്ഷയിലെ മാർക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 4 പരീക്ഷയിലെ ടോട്ടൽ മാർക്കായ 240 നിന്നും 150 കുറയ്ക്കുക. സോ ദ ആൻസർ ഈസ് 90. ഒന്നുകൂടി പറയാം. 3 പരീക്ഷയിൽ രാജീവിന്റെ ആവറേജ് മാർക്ക് എത്രയാണ്? 50 ആണ്. അപ്പൊ 3 പരീക്ഷയിലെ ടോട്ടൽ മാർക്ക് 150 ആണ്. അങ്ങനെയാണെങ്കിൽ 4 പരീക്ഷയിലെ ആവറേജ് മാർക്ക് 60 ആണ്. അപ്പൊ 4 പരീക്ഷയിലെ ടോട്ടൽ മാർക്ക് എത്രയാണ്? 240 ആണ്. ഇനി ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഡിഫറൻസ് ആയിരിക്കും 4ാമത്തെ പരീക്ഷയിലെ മാർക്ക്. 4ാമത്തെ പരീക്ഷയിലെ മാർക്ക് 90 മാർക്ക്. ക്ലിയർ ആണ്, വ്യക്തവുമാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇനി 1/5/16 ഞാനിവിടെ എഴുതുകയാണ്. 1/5/16 ഇതൊരു മിശ്ര ഭിന്നമാണ്. ഇതിൻ്റെയും അതിൻ്റെ വ്യുൽക്രമത്തിൻ്റെയും വ്യത്യാസം എത്ര? ആദ്യം യവനെ നമുക്ക് സാധാരണ ഭിന്നം പോലെ ആക്കേണ്ടതുണ്ട്. അപ്പം 1 × 16 16ഉം 5ഉം കൂട്ടിയാൽ 21. 21/16 ഇതൊരു വിഷമ ഭിന്നമാണ്. ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതും വന്നാൽ, ന്യൂമറേറ്റർ മുകളിലാണ്, ഡിനോമിനേറ്റർ താഴെയാണ്. അങ്ങനെ മുകളിൽ വലുതും താഴെ ചെറുതും വന്നാൽ അതിന് നമ്മൾ വിഷമ ഭിന്നം എന്നാണ് പറയുക. അപ്പോൾ ഇതിൻ്റെ വ്യുൽക്രമത്തിൻ്റെയും 21/16 ആണ് ഈ സാധനം. ഇതിൻ്റെ വ്യുൽക്രമം എന്ന് പറഞ്ഞാൽ 16/21. ഇതിൻ്റെയും ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് LCM മെത്തേഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 21നെ ഈ 21 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 441 കിട്ടുന്നു. മൈനസ് ഈ 16നെ ഈ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 16 × 16 256 അല്ലേ? 16 × 16 ചെയ്ത് നോക്കാം. 6 × 6 36. 6 ശിഷ്ടം 3 9 6 1 നമുക്ക് നോക്കാവുന്ന ചെയ്ത് നോക്കാം. 6 5 256 ആണ് 256 വന്നു. ഓക്കെ, ഡിവൈഡഡ് ബൈ 16 × 21 ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിനാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുക. രണ്ടാമത്തെ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററിനെ ഒന്നാമത്തെ ഫ്രാക്ഷന്റെ ന്യൂമറേറ്റർ കൊണ്ട് ഗുണിച്ചെഴുതുക, ചിഹ്നം കൊടുക്കുക. അതിനുശേഷം ആദ്യത്തെ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററിനെ രണ്ടാമത്തെ ഫ്രാക്ഷന്റെ ന്യൂമറേറ്റർ കൊണ്ട് ഗുണിച്ചെഴുതുക, ഡിവൈഡഡ് ബൈ ഇനി ഡിനോമിനേറ്ററുകളെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. 16 × 21. 16 × 21 എത്രയും നോക്കിക്കഴിഞ്ഞാൽ പരിപാടി കഴിയുന്നു. 16 × 21 6 1 2 ശിഷ്ടം 1 3. ഇതാ നോക്കൂ, 6 3 3 336 എന്ന് എഴുതാം. അപ്പോൾ 441 നിന്ന് 441 മൈനസ് 256 ചെയ്യണം. എന്നിട്ട് ഈ 16 × 21 കൂടി ഡിവൈഡ് ചെയ്ത് നമ്മൾ ഇവിടെ എഴുതിയാൽ മതി. 16 × 21 നമ്മൾ എഴുതിയിട്ടുണ്ട്, 336 ഉണ്ട്. ഇനി നമുക്ക് ഇതും കൂടെ ഒന്ന് കുറച്ച് എഴുതി കഴിഞ്ഞാൽ ഉത്തരമാവും. 13 ന്ന് 5 പോയാൽ 8. അതേപോലെ ബാക്കി ഇവിടെ എത്രയുണ്ട് നോക്കണം. ബാക്കി എത്രയുണ്ട് നോക്കിക്കഴിഞ്ഞാൽ 3 3 2 1 185. ഇതാണ് ഉത്തരം. അതായത് ഇവിടെ തന്നിരുന്ന ഈ ഒരു 1/5/16ൻ്റെയും അതിൻ്റെ വ്യുൽക്രമത്തിൻ്റെയും വ്യത്യാസം 185/336 A ആണ്. ഇവിടെ ചെറിയ ഓപ്ഷൻ വ്യത്യാസം ഇവിടെ ഇങ്ങനെ മാറിക്കിടപ്പുണ്ട്. ABCD എന്നാണ് കേട്ടോ. അങ്ങനെയാണ്. ആൻസർ ഈസ് 185 ഡിവൈഡഡ് ബൈ 336. ക്ലിയർ ആണ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടെ പറയട്ടെ. ഫോളോ ചെയ്യണം. കൃത്യമായി ഫോളോ ചെയ്യുന്ന എത്ര പേരുണ്ട്? ഫോളോ ചെയ്യുന്ന എത്ര പേരുണ്ട്? മെമ്മിൻ്റെ ഏകദേശം 40ഓളം പാർട്ടായിട്ടുണ്ട്. ഈ നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്താൽ ഇതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങളുടെ പരീക്ഷയിലുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ അടുത്ത ദിവസം മാത്സിൻ്റെ പുതിയൊരു അധ്യായത്തിന് വേണ്ടി കാത്തിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിൽ പറയുക. വേറൊരു വളരെ സന്തോഷകരമായൊരു വാർത്ത, നമുക്കറിയാം ഈ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ PSC ആപ്ലിക്കേഷനുകളിലും ഏറ്റവും മികച്ചതും ക്വാളിറ്റി ഉള്ളതുമായ ക്ലാസ് നൽകുന്നത് ഹാജാസ് ക്ലാസ്സസ് ആണ്. ആ ക്ലാസ്സിൻ്റെ വേറൊരു പ്രത്യേകത ഫീസ് തീരെയില്ല, വളരെ കുറവാണ് എന്നതാണ്. LP UP 2026 നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്നു. 2027 പരീക്ഷ നടക്കുന്നു. ആ പരീക്ഷയുടെ ഫീസ് 2 വർഷത്തെ സമഗ്രമായ പരിശീലനത്തിനുള്ള ഫീസ് 9,999 രൂപ മാത്രമാണ്. പക്ഷെ നിങ്ങൾ എത്രയൊന്നും കൊടുക്കേണ്ടത്? നിങ്ങൾ കേട്ട് ഞെട്ടുന്നുണ്ട്, ഇതാണോ ചെറിയ ഫീസ്? അല്ല. ഇപ്പോൾ അത് 60% ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ഇത്
നൽകുന്നു ഈ ക്ലാസ്. 3999 പ്ലസ് GST 2.5 വർഷത്തെ ക്ലാസ്. പരീക്ഷ എന്ന് നടക്കുന്നു അന്ന് വരെയും പരീക്ഷ കഴിയുന്നത് വരെയും സമ്പൂർണമായ ഒരു ക്ലാസ് ആണ് നിങ്ങൾക്ക് തരുന്നത്. കൃത്യമായ മെന്റർഷിപ്പ് ഉണ്ടാകും, കൃത്യമായ റെക്കോർഡ് ക്ലാസ് ഉണ്ടാകും, ലൈവ് ക്ലാസ് ഉണ്ടാകും, അടിപൊളി ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. എല്ലാവരും എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക, മറന്നു പോകരുത്. നമ്മുടെ ഫീസ് വളരെ കുറവാണ്. ജനറൽ PSC എന്നൊരു ബാച്ച് കൂടി നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജനറൽ PSCയുടെ പ്രത്യേകത, വരാനിരിക്കുന്ന വരാനിരിക്കുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ്, LGS ഇങ്ങനെ തുടങ്ങുന്ന ഏത് ലെവൽ പരീക്ഷയാണെങ്കിലും 7ാം ക്ലാസ് നിലവാരം മുതൽ ഡിഗ്രി ലെവൽ വരെ ഒറ്റ കോഴ്സ് എടുത്താൽ മതി. അതും ഇവിടെ പ്രത്യേകത, അത് 3999 ഒരു വർഷത്തേക്ക്. അതിൻ്റെയും ഫീസ്, യഥാർത്ഥ ഫീസ് 9999. അപ്പോൾ ജോയിൻ ചെയ്യാൻ മടിക്കുകയേ വേണ്ട. ഇനി ചില ആൾക്കാർക്ക് ചില ഡൗട്ട് ഉണ്ടാവും, ഈ ക്ലാസ്സൊക്കെ നിലവാരമുള്ളതാണോ? ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത, നിങ്ങൾക്കിപ്പോൾ ഒരു PSC ക്ലാസ് അറ്റൻഡ് ചെയ്താൽ, നിങ്ങളൊരു ഓഫ്ലൈനോ ഓൺലൈനോ അറ്റൻഡ് ചെയ്താൽ, അവിടെ നിങ്ങളെ പഠിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ അവർ അധ്യാപകരല്ല. പലരും PSC പഠിച്ച് ജോലി കിട്ടാണ്ട് അല്ലെങ്കിൽ ഒരു സൈഡായിട്ടൊക്കെ PSC പഠിപ്പിക്കുന്നവരായിരിക്കും. ഇവിടെ നിങ്ങളെ പഠിപ്പിക്കുന്നത് റിയൽ ടീച്ചേഴ്സാണ്. നിങ്ങളുടെ സ്കൂളിലും കോളേജിലും ഒക്കെ കണ്ട അതേ ടീച്ചർമാരാണ്. അവർക്ക് ആ പഠിപ്പിക്കുക എന്ന തൊഴിൽ കൃത്യമായി ചെയ്യാൻ അറിയാം. അവിടെയാണ് ഹാജാസ് ക്ലാസ്സസ് വ്യത്യസ്തമാവുന്നത്. നിങ്ങൾക്ക് ഹാജാസ് ക്ലാസ്സസിൻ്റെ ഓരോ ക്ലാസ്സുകളും കൃത്യമായി ആസ്വദിക്കാൻ കഴിയും. ജോയിൻ ചെയ്യുക, ഒരു മടിയും കൂടാതെ. നമുക്ക് വീണ്ടും കാണാം അടുത്ത ദിവസം മെമ്മിൻ്റെ നല്ലൊരു അധ്യായവുമായി. താങ്ക് യു.